ഇതിന് കിട്ടിയ കാശൊക്കെ നോക്കട്ടെ. ഡി എന്താ അമ്മച്ചി? എടി അതാ ആ പെണ്ണത് റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. നീ പോയിട്ട് എനിക്കൊക്കെ സംസാരിക്കേ. ആ പെണ്ണത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതാ ഞാൻ ഇതാ പിന്നെ കിട്ടിയ കാശൊക്കെ നോക്കട്ടെ. ഇതാ ശ്രുതി. നോക്കട്ടെ. 20 ഉറുപ്പ്യ. ഇതൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുമ്പം തരുന്നത്. ശ്രുതിൻ്റെ കല്യാണം അടുത്ത മാസമല്ലേ. അപ്പം ഞാൻ എനിക്കില്ല ഒരു ചില്ലറ പൈസ കൊടുക്കും. 1 ഉറുപ്പ്യ. അത് ശരി. കല്യാണത്തിന് ഇങ്ങനത്തെയൊക്കെയാണോ? ഇപ്പം ഇങ്ങനെയല്ലേ തരത്ത്. അവൻ്റെ കല്യാണം ആവട്ടെ. ഞാൻ അവൻ്റെ ഉണ്ട കൊടുക്കും. ഉണ്ട. ഞാൻ അടുത്താളെ നോക്കട്ടെ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളു നോക്കാന്. തുടങ്ങിയിട്ടേ ഉള്ളു. ഇനി അടുത്താളെ നോക്കട്ടെ. അശ്വതി അച്ചു. നോക്കട്ടെ എത്രയാണ്. 1000 ഉറുപ്പ്യ. 1000 അടി. എനിക്ക് അവന് ഭയങ്കര ഇഷ്ടം. അവൻ്റെ നല്ല സ്വഭാവം, നല്ല വർത്താനം, എന്ത് രസമാണെന്ന് അറിയില്ലേ. അവരിവിടെ വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ മൂത്തമ്മ അമ്മച്ചില്ല, അവർക്ക് തീരെ ഇഷ്ടമല്ല. പിന്നെ അവർക്ക് എങ്ങനെ ഇഷ്ടപ്പെടാനാ? അവർക്ക് നല്ലവർ ഇഷ്ടപ്പെടില്ല. വേറെ ദുഷ്ടന്മാരെയല്ല ഇഷ്ടപ്പെടും. ഞാൻ പേര് എഴുതട്ടെ. അശ്വതി അച്ചു. 2000. ഞാൻ അടുത്താളെ നോക്കട്ടെ. അടുത്താളെ വായിച്ചു നോക്ക്. എന്താരാ മനസ്സിലാവില്ല. ചിറ്റൻ്റെ നോക്കട്ടെ. ചിറ്റ എനിക്ക് വിശ്വസിച്ചൂടാ. എന്തോ കള്ളത്തരമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയി. 1 ചില്ലറ പൈസ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അവളെ വീട്ടിൽ ഞാൻ പോവും. ഒരു ദിവസം അവളെ വീട്ടിൽ പോകുന്നുണ്ട്. 1 ഉറുപ്പ്യയെ കൂടെ എന്ത് ഉപകാര? ഏതെങ്കിലും കല്യാണത്തിന് വന്ന് ഇത്ര പൈസ കൊടുക്കേണ്ട 1 ഉറുപ്പ്യ? നല്ല ആളെന്നെ കല്യാണത്തിന് വിളിച്ചത്. ഇനി അവളെ ഞാൻ ഒരു കല്യാണത്തിന് വിളിക്കൂല. എൻ്റെ മോള് കല്യാണം ഇപ്പോൾ അടുത്താവും. എൻ്റെ മോള് കല്യാണം അടുത്ത മാസം. അപ്പോൾ ഞാനില്ലേ എൻ്റെ മോളെ കല്യാണത്തിന് അവളെ വിളിക്കൂല. നോക്കിക്കോ. ദുഷ്ടത്തി. വേറെ 1 ഉറുപ്പ്യ ചില്ലറ. വേറെ നീ അടുത്താൾ നോക്കട്ടെ. അല്ല പേര് എഴുതട്ടെ. 1 ഉറുപ്പ്യ. ഞാൻ അടുത്താൾ നോക്കട്ടെ. 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ. ഇങ്ങനത്തെ ചില്ലറ പൈസ തരുന്നവരെ എന്തിനാ കല്യാണത്തിന് വിളിക്കുന്നത് വെറുതെ? അതെനിക്കും പറയാനുള്ളത്. അടുത്ത ആരാ നോക്കട്ടെ. പേരില്ലല്ലോ ഇതില്. അത് ശരി. നീ പറഞ്ഞ പോലെ തന്നെ നമ്മളെന്ത് പറഞ്ഞ അതേ സാധിക്കുള്ളൂ. 5 ഉറുപ്പ്യ. എനിക്ക് അപ്പോഴേ തോന്നി ഇവളെ ഇങ്ങനെ തരത്തുള്ളൂ. എല്ലാ കല്യാണത്തിലും ഞാനുണ്ടാവും. അപ്പം ഞാനല്ലേ ഇങ്ങനത്തെ ഇത് വാങ്ങുന്നേ. അപ്പോൾ എല്ലാ കല്യാണത്തിനും അവള് 5 ഉറുപ്പ്യ, 1 ഉറുപ്പ്യ, 2 ഉറുപ്പ്യ, 5 ഉറുപ്പ്യ, 20 ഉറുപ്പ്യ ഇങ്ങനത്തേക്ക് അവളെ തരാം. അവൾ ഒരു കല്യാണത്തിന് വിളിച്ചുകൂടാ. ഇതാ പ്രശ്നം. അവിടെ വിളിച്ചാലും 5 ഉറുപ്പ്യാന്ന് എഴുതിക്കട്ടെ. 5 ഉറുപ്പ്യ. എന്ത് ചെയ്യാനാ? ഞാൻ അടുത്താൾ വെക്കട്ടെ. ഇതൊന്നൊരു ചുരുട്ടി പേപ്പർ. പേര് മണി ഇതെന്നാടി വായിച്ചേ. സുരേഷ് നോക്കട്ടെ. അയ്യോ ഞാൻ ഞെട്ടിപ്പോയി. എത്ര പൈസ അല്ല? 1 ലക്ഷം. സമാധാനം. ഇവനെങ്കിലും നല്ല അടിപൊളി പൈസ തന്നല്ലോ. 1000 ഉറുപ്പ്യ. ഇതാരും നോക്കണ്ട കേട്ടോ. ആരോട് പറയണ്ട ഈ കാര്യം. അവിടെ വെച്ച് സൂചിച്ചു. ആരും പറയണ്ട കേട്ടോ. സുരേഷ് 1 ലക്ഷം. അല്ല ഇത്രയും കിട്ടിയല്ലേ. എത്ര പൈസ കുറേ ഉണ്ട്. മറച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നോക്കാനേ നാളെ ആവും. ഇപ്പോൾ ഞാൻ അടുത്താൾ നോക്കട്ടെ. ഇതേത് പിന്നെ ചുരുട്ടിക്കൊട്ടി വെച്ചൊരു പേപ്പർ. മണിക്കുട്ടിയാ? എന്തോ
സംശയമാണ്. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. എന്താണ് രാജേഷ് ഇട്ടായിരിക്കും അതിൻ്റെ അകത്ത്. അപ്പം അവള് രാജേഷ് ഇട്ട കണ്ടിട്ട് അവളെ ഭർത്താവ് ഇട്ട കണ്ടിട്ട് ഓടിപ്പോയിട്ട് എടുത്തിട്ട് അതിനകത്തുള്ള പൈസ അവളെ തന്നെ എടുത്ത് കൊണ്ടുപോയാണ്. നമുക്ക് അപ്പോഴേ ഒരു സംശയം തോന്നും. തീർച്ചയായിട്ടും പേപ്പർ അടുത്ത ആൾ നോക്കട്ടെ. എന്തെങ്കിലും ആവോ, ഒരു ലക്ഷ്യം കിട്ടണേ എൻ്റെ അമ്മേ. നോക്കി ഞാൻ ക്ഷീണിച്ചു. ഇത് ലാസ്റ്റ് നോക്കട്ടെ, എന്തെങ്കിലും ആവണേ. ഒരു 10 ലക്ഷം കിട്ടണേ. ഞാൻ പറയുന്നത് കേട്ട് ഞാനിപ്പം ബോധം കിട്ടിയ 10 ലക്ഷത്തിനകത്ത്. ഇനി 10 ലക്ഷത്തിനകത്ത് നീ ഇതുവരെ പോയില്ലേ? ഇത് ലാസ്റ്റ് പേപ്പർ. 10 ലക്ഷം കിട്ടിയല്ലോ. 10 ലക്ഷം ലാസ്റ്റ് പേപ്പർ. ഇവിടെ തൽക്കാലം ഇവിടെ രാജപ്പൻ 10 ലക്ഷം പേര്. രാജപ്പൻ എപ്പോഴേ ഒന്ന് കണ്ടപ്പോൾ രാജപ്പൻ എല്ലാ കല്യാണത്തിനും 10 ലക്ഷം തരത്തുള്ളൂ. 10 ലക്ഷം അമ്മ പറയാം. ആരും കൂടി അടച്ചു. അങ്ങനെ കഴിഞ്ഞു. ഇനി അങ്ങ് അടുക്കള വിട്ട് വെക്കണം. ചെല്ലട്ടെ. സ്ഥലം അവിടെ ഒരു സീറ്റുണ്ട്. വേഗം പോയി അവിടെ ഇരിക്കാം. അങ്ങനെ സീറ്റ് കിട്ടി. അല്ലെങ്കിൽ പരിഞ്ഞെടുത്ത് അനക്കാട്ടോ ഒരു സീറ്റ് കിട്ടി. ഒരു സംശയിക്കണം. ഇവിടെ എന്നൊക്കെ നോക്കിക്കുന്നു. വേറെ എവിടെയും നോക്കിക്കൂടെ? സംസാരിക്കുന്ന എണ്ണമാണ്. എല്ലാവരും അതിനകത്ത് നോക്കണം. കൊണ്ടുകൂടെ നോക്കട്ടെ. ഒന്ന് കാണണ്ടല്ലേ, എത്ര വേഗം, എത്ര സമയം ഓതിക്കളിക്കും. നീ തുടക്കം മെനക്കെടുക്കേ. ഒന്നും കാണില്ല. ഒരു നടക്ക് ഒന്നും കൂടി തുടച്ചേക്ക്. ഇതാരാ? അതെൻ്റെ കണ്ണിനുള്ള പ്രശ്നമായിട്ടാണോ? കണ്ണ് തൊട്ടക്കട്ടെ. ഇത് ഗ്ലാസിൻ്റെ പ്രശ്നമാണോ? എത്ര പ്രാവശ്യം തുടക്കണം? ഊതാത്തണ്ടേ? ഇത് ശരിക്കുള്ളതല്ല. ഡി കൊച്ചേ, ഏത് കല്യാണത്തിനാണെന്നാലും ചന്തി കാണിച്ച് എടുക്കുന്ന കുപ്പായ സാരിയെ നീ എടുക്കത്തുള്ളൂ. ഇങ്ങനത്തെ സാരി നിനക്ക് എടുത്താലെന്താ? നല്ലൊരു മോളെ തന്നെയാ രജിതക്ക് കിട്ടിയത്. അതെല്ലാം മുത്തശ്ശി, ഇതാ ഇപ്പോഴത്തെ സ്റ്റൈല്. ഇങ്ങനെയൊക്കെയല്ലേ ഇപ്പോഴത്തെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഇടുന്നേ. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് ഇങ്ങനെ ഇട്ടു നല്ല ഡ്രസ്സിൽ കാണാൻ. ഇനി ഇതൊക്കെ ഇപ്പോഴത്തെ ഫാഷന്. അമ്മച്ചിക്ക് ഇതൊക്കെ അറിയാവോ? വയസ്സാം കാലത്ത് ആർക്കും ഇതൊന്നും അറിയത്തില്ല അമ്മച്ചി. ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ, കുറച്ച് ദാഹിക്കുന്നു, വെള്ളം കുടിച്ചിട്ട് വരാം. അവളുടെ ഒരു സ്റ്റൈൽ വലിയ ആളായിട്ട് വരുന്നുണ്ടോ? ഇപ്പോഴത്തെ സ്റ്റൈൽ ഇതാ അമ്മച്ചിമാർക്കൊന്നും അറിഞ്ഞൂടാ. ഓ രജിത വന്നാ? രജിത ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. എന്താ അമ്മച്ചി? നിന്റെ മോൾ എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നേ നീ കണ്ടീനാ? എന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മച്ചിമാർക്ക് ഇതൊന്നും അറിയത്തില്ല പോലും. അവളോട് പറഞ്ഞിട്ടില്ല, അവൾ അങ്ങനത്തെ എടുത്തുള്ളൂ. എത്ര പറഞ്ഞാലും കേൾക്കൂല അവള്. പണ്ടേ അടിച്ച് പഠിപ്പിക്കണ്ടായിരുന്നു എങ്ങനത്തെ ഡ്രസ്സ് ഇടണോ മറ്റേ. എൻ്റെ അമ്മയെല്ലാം അങ്ങനെയാ എന്നെ പഠിപ്പിച്ച. എങ്ങനത്തെ ഡ്രസ്സ് ഇടണോ? ഞാൻ പണ്ട് സ്റ്റൈലായിട്ടുള്ള ഡ്രസ്സ് എടുത്തില്ല. നിങ്കി ആക്കിക്കൂട്ടെ. അവളോട് നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. നീ പഠിപ്പിച്ചു കൊടുക്കാൻ, നിന്നോട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പറയുമ്പോൾ നീ പഠിപ്പിച്ചു കൊടുത്തില്ല. ചെറുത് ഞാൻ പറഞ്ഞത് എങ്ങനത്തെ ഡ്രസ്സ് ഇടണോ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാ. എന്ത് പറഞ്ഞിട്ട് എന്നോട് കാര്യമില്ല. എന്നോട് എന്ത് പറഞ്ഞാലും നീ അത് ചെയ്യില്ല. ദേയാന
പോയാ ഇപ്പോഴത്തെ പിള്ളേരെ ഫാഷന്. എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുറേ സമയം ചളിക്കാൻ തുടങ്ങിയിട്ട്.